ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ವಿರಾಗಧರ ಸುಂದರತರ ವಿರಾಗ ಧರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. जातमावदनं गङ्गाचन्द्रसमागमतीर्थं प्रणवं नादमयुणरुं तुडियो वेदकलामृतपुण्यं प्रकृतियुं निन्निल विकृतियुं निन्निल स्वरங்களிലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ ശിവോഹം ഓം ശിവോഹം രുദ്രം ശ്രീകരം. ಕುರಳಲಿ ವಸಿಮರುದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ ತನಂ ದಾನಂ ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ 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 ತದಾನಂ ತದಾನಂ ದಾನಂ 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 ತದಾನಂ ತದಾನಂ ನಿರಿಸ ಸ್ವಾಸ ನಿಸರಿ ಕರಿಸ ಸ್ವಾಸ ನಿಸರಿ ಪಮ ಭಾಗ
പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ നാട് കറങ്ങുന്ന പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ നാട് കറങ്ങുന്ന പൂമ്പാറ്റേ നീ ഓടി വാ 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 നീ ഓടി വാ 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 കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ നാട് കറങ്ങുന്ന പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ നാട് കറങ്ങുന്ന പൂമ്പാറ്റേ നീ ഓടി വാ 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 നീ ഓടി വാ 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 പാല് തരാം തേനു തരാം
ദന്താനന്ദാനേ താനിനാനിനേ താനിനാനിനേ ദന്താനന്ദാനേ താനിനാനിനേ താനിനാനനാനിനാനന്ദാനന്ദാനേ താനിനാനിനേ നാട്ടു നോക്ക് പിച്ചി പൂത്തത് പിച്ചി നുള്ളാൻ പോരുമോ നീ എന്റെ പൈങ്കിളി വാമനവാട്ടി ഇങ്ങാട്ട് നോക്ക് പിച്ചി പൂത്തത് പിച്ചി നുള്ളാൻ പോരുമോ നീ എന്റെ പൈങ്കിളി വാമനവാട്ടി ചിങ്ങമാസമായി നല്ല തുമ്പ നുള്ളണം തുമ്പമാല കെട്ടിത്തപ്പന വരവേൽക്കണം വാമണവാട്ടി ഓണക്കാലമായി പൂത്തുമ്പി പാറണ് എന്നിട്ടെന്തേ പൂ പറിക്കാൻ പെണ്ണൊരുങ്ങാത്ത വാമണവാട്ടി ഇങ്ങാട്ട് നോക്ക് പിച്ചി പൂത്തത് പിച്ചി നുള്ളാൻ പോരുമോ നീ എന്റെ പൈങ്കിളി വാമണവാട്ടി തെന്നി തെന്നിയാടും ഊഞ്ഞാലാടാൻ നീ കൂടെ പോരാമോ എന്തമ്പ്രാട്ടി തുള്ളി തുള്ളി പെയ്യും മഴയത്താടാൻ നീ കൂടെ പോരാമോ എന്തമ്പ്രാട്ടി ദന്താനന്ദാനേ താനിനാനിനേ താനിനാനനാനിനാനന്ദാനന്ദാനേ താനിനാനിനേ கண்ணிலேயே சொன்னாடி வார்த்தையில இல்ல. கண்ணிலேவா? அது எப்படி? மேகம் கருக்காதா பெண்ணு பெண்ணு சாரல் அடிக்காதா பெண்ணு பெண்ணு தேகம் நனையாதா பெண்ணு பெண்ணு தீயும் அணையாதா பெண்ணு பெண்ணு கண் பாஷை பேசினால் நான் என்ன செய்வேன் கன்ஃபியூஷன் ஆகிறேன் புல்லுக்குள்ளே பறக்க பறக்க துடிக்குது பழக பழக பிடிக்குது பழைய ரணங்கள் மறக்குது தென் தோகை வருடுது பறக்க பறக்க பழக பழக பழைய ரணங்கள் தென் தோகை வருடுது மேகம் இருக்காதா பெண்ணு பெண்ணு சாரல் நடிக்காதா பெண்ணு பெண்ணு
மண்ணை தூரல் தீண்டும் முன்னே வாசம் பார்க்கிறேன் மண்ணை கூட பொம்மையாக்கும் நேசம் பார்க்கிறேன் இன்னும் கொஞ்சம் என்று கேட்கிறேன் கொஞ்சம் கொஞ்சம் இன்னும் என்று கேட்கிறேன் என்னோடு சேர்ந்து வாழும் சோகம் எல்லாம் காற்றில் போக பார்க்கிறேன் கால்கள் போன பாதையெல்லாம் நான் போகிறேன் உள்ளே மூடி இருந்த கதவு ஒன்று வைக்கப்பட்டு திறக்கிறேன் வாழ்க்கை போகும் போக்கிலெல்லாம் நான் போகிறேன் கண்ணாசை பேசினால் நான் என்ன செய்வேன் கன்ஃபியூஷன் ஆகிறேன் உள்ளுக்குள்ளே பழக பழக துடிக்கிறேன் பழக பழக பிடிக்கிறேன் பழைய ரணங்கள் மறக்கவே போதை வருடுதே பழக 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 பழைய ரணங்கள் என் தோகை வருடுதே மேகம் இருக்காதா பின்னே பின்னே சாரல் அடிக்காதா பின்னே பின்னே தேகம் நனையாதா தீயும் அணையாதா അതിലല്ലോ അന്തമില്ലല്ലോ കരിയൊത്തൊരുമിഴഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമിഴഴക് കരിനീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തണട്ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോളേ അമ്മ മുടി കെട്ടുമ്പോളേ ആടിക്കളിക്കുമ്പോളേ മുടി കെട്ടുമ്പോളേ അമ്മ ചോടൊന്ന് വെക്കുമ്പോളേ തളം പിടിക്കണട്ടാ
അമ്മ പൊൻവലം കാവിനാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ പൂമരം പുത്തൂലല്ലേ പൂവാകയിൽ പുത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പൂമരം പുത്തൂലല്ലേ പൂവാകയിൽ പുത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ ആവയിൽ പൈങ്കിളിയും പാടുന്നു മെല്ലെ ഇനി നിന്റെയും കിളി കൊഞ്ചൻ ഞാൻ ഓർക്കുന്നു പൈങ്കിളിയേ നിന്റെയും പൂമിഴിയും ചെമ്പക പൂങ്കവിളും ഇന്നെന്റെ മനസ്സിലൊത്തു പാടാം പൈങ്കിളിയേ പൂമരം പൂത്തുലന്നെ പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പൂമരം പൂത്തുലന്നെ പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. Thank you. അനുരാഗക്കോള് തിരമാലയായോള് കരയെ കരയാതണയിക്കുന്നൊരാള് കനവിലെ കാടൊന്നിലെ കാരാഗ്രഹ കൂടൊന്നിലെ കിനാപ്പനിക്കായി മരുന്നോള് കൊതി കാരമുള്ളായി പിന്നെ കടന്നലായി വിധി വേറെ ഒന്നായി പിന്നെ കടച്ചിലായി ആവേശം കൊള്ളുന്ന മോഹികളെ ആവോളം നൊന്തുള്ള മാനസനെ കൊണ്ടുപോവാനായുള്ളൊരു വാഹനമേ തന്നാലെ അടങ്ങാത്തൊരാഗ്രഹമേ മേലെ മിന്നും താരം പൊന്നാണോന്ന് നേരിൽ ചെന്ന് നോക്കാനായി നിൽക്കാതുണ്ടേ ഉള്ളിനുള്ളിൽ പരവേശം കീഴെ നീങ്ങിപ്പോകും മണ്ണെന്നാലും വേരിൽ നിന്നും പോന്നെന്നാലും മണ്ടിപ്പോകാൻ ആശിക്കുന്നേ അതിവേഗം ആറ്റിലെത്തിയുറമ്പിളി വീണ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴക്കത്തിലെ മുത്തിലെ ഹാസ്യലാക്കണ മുത്തിവനാണ് ആറ്റിലെത്തിയുറമ്പിളി വീണ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴക്കത്തിലെ മുത്തിലെ ഹാസ്യലാക്കണ മുത്തിവനാണ് പൂരണപ്പതിയ
മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഹദിമാൻ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാൻ എന്ത് മദീഹ എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറിലായി ഒന്നും നേതാവിൻ്റെ ചാരി വന്നില്ല നാളെ എന്താകും ബേജാറില പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഹദിമാൻ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മദീഹ റൗളയിൽ പോകാനേ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല റൗളയിൽ പോകാനേ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല നീറിപ്പുകയും മനസ്സില്ലാതില്ല എണ്ണി പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞു അല്ലാതെ പാദം ചേർക്കണം വൈകാതെ പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഹദിമാൻ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മദീഹ എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറിലായി ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലായി കൂട്ടുകാരെ എല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരനാലോ ഇന്നും തനിച്ച് കൂട്ടുകാരെ എല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരനാലോ ഇന്നും തനിച്ച് തേട്ടം ഹബീബിൻ്റെ നോട്ടം മോഹിച്ച് കൂട്ടമില്ല നല്ല മൗത്തും കൊതിച്ച് കൊതിച്ച് നീനച്ചെഴുതിയ പാട്ടുമായി കാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഹദിമാൻ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മദീഹ എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറിലായി ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ല നാളെ എന്താകും ബേജാറിലായി അസ്സലാമു അലൈക്കും Hey,
അടുത്ത് വന്നവനാരാണ് അവനൊരിക്കലും ചൊന്ന കാര്യം എന്താണ് വെയിൽ കൊള്ളണ നേരം മഴ തരുന്നവളാര് മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിന് പൊന്ന് ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് മഴ കിളിക്കണ കുഞ്ഞാളെ ചിരി പൊഴിക്കണ മുത്തോലെ പടിയരിയിലെ പൂത്ത് നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനൊരിക്കലും ചൊന്ന കാര്യം എന്താണ് തൊട്ട് പാരടി തൊട്ട് പൂവടി തൊട്ട് തേനടി കളിതാരിരക്കിളി തളിരിളക്കിളി താമരക്കിളിയേ ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തിട്ടയിട്ടോ കുടിയാലും മത്തളം ചെണ്ട ചകിലയാല വട്ടവുമായി ഒന്ന് നാടറിയണ വേളി വട്ടവും തിട്ടയിട്ടോ അല്ലിക്കൊടിയേ ചെല്ലക്കുടമേ കുറുമി ചക്കിട കുത്തിരി കുത്തിരി വളക്കിലിക്കണ കുഞ്ഞോളെ ചിരി പൊടിക്കണ മുത്തോലെ വഴിയരിയിൽ പൂത്തു നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനൊരിക്കലും ചൊന്ന കാര്യം എന്താണ് ചട്ടമിട്ട് വെയ്യടി ചട്ടമിട്ട് ചൊല്ലടി കട്ടിലേക്ക് കണ്ണടി തൊട്ടിലിട്ട് പാടടി മാറിവില്ലിന് കൂടറിക്കണ മാമഴ കിളിയെ കിളിവാതിൽ എന്തിന് ചാരി കിട്ടത് താതയിട്ടോ കളിതാമരയുടെ ചേലൊരു പെണ്ണിനെ കണ്ട് തുടി വെള്ളം ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ താതയിട്ടോ തുള്ളുമയിലേ ഉള്ളിക്കുയിലേ കുടുംബ പുഞ്ചിരി കൊഞ്ചിലും തെങ്കിലും വളകിലിക്കണ കുഞ്ഞോളെ തിരി പൊടിക്കണ മുത്തോലെ വഴിയരിയിലെ പൂത്ത് നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനൊരിക്കലും ചൊന്ന കാര്യം എന്താണ് വെയിൽ കൊള്ളണ നേരം മഴ തരുന്നവളാര് മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിന് പൊന്ന് ഇടമാനിനേക്കാൾ നീളമുള്ള കണ്ണ് എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകവീജി ഞാൻ കടന്ന നേരം കൈകൊട്ടി അരികിൽ വന്നു നിന്ന കേളിവദനം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം
സങ്കൽപ്പവീജിയിൽ ഇവിടെയല്ല ഞാൻ പിച്ചവച്ചതൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്ന പ്രിയ കവികൾ തീർത്ഥരാഗമേ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കല തീർത്തൊരങ്കണം ഈ കലാലയം കല തീർത്തൊരങ്കണം അരികെ വന്നു ചേർന്നു നിന്ന ഗുരുവദനമിൽ കുസുമകാന്തി കണ്ടു നിന്ന രാദിനങ്ങളിൽ അരികെ വന്നു ചേർന്നു നിന്ന ഗുരുവദനമിൽ കുസുമകാന്തി കണ്ടു നിന്ന രാദിനങ്ങളിൽ ആശയായി ഉള്ളിലായി ഏറെയായി കിനാവിലെന്നും കണ്ടിരുന്നൊരാ പെണ്ണിനെ കാണുവനനുരാഗസുന്ദർ അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. താങ്ക് യു. चांद की चिड़ियाए गहना के लात मेरे साथ आओ ना आ മോഹമുന്തിരി വാത്തിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ തിരിയും മധുരവീഞ്ഞിൽ ശലഭം വരമായി അടരപയ്യ അഴകിതയ്യ ഉടലിലൊന്നായി ഒഴുകാനൊരു കുരവാ തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്തമിട്ടതാരാണേ കണ്ണ് കണ്ണറിന് കാത്ത് കാത്ത കനി കട്ടെടുത്ത കള്ളക്കാമുകനെ മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഇരവുമെത്തയിൽ പുണരുകെന്നെ നീ അരികെ ഞാൻ വരാം കനിയെ പുലരിയോളമായി കരകലങ്ങളിൽ അലിയുമെന്നു ഞാൻ ഉയരെ ആകാശം കാണും ദൂരെ മണ്ണിൽ നിന്നും പൊന്നെ എന്നോടും ഇഷ്ടം കൂടാ പോരെ നീ ചാനെ അടടപയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാനൊരു കുരവാ തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്തമിട്ടതാരാണേ കണ്ണ് കണ്ണറിന് കാത്ത് കാത്ത കനി കട്ടെടുത്ത കള്ളക്കാമുകനെ മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ്
പോകും ചാണ്ടി ഞാൻ ചാണ്ടി ടച്ചിൻസ് ഇല്ല നേരത്തെല്ലാം അച്ചാർണക്കി നിപ്പനടിക്കും ചാണ്ടി ഞാൻ ചാണ്ടി തെറ്റിപ്പോയാൽ മുട്ടും പൊട്ടി കുണ്ടിൽ വീഴും ചാണ്ടി കുണ്ടിൽ നിന്നും തപ്പി തപ്പി വീട്ടിൽ പോകും ചാണ്ടി 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 മന്മത ചാണ്ടി മന്ദിര ചാണ്ടി പോകരു ചാണ്ടി. എന്റെ കർത്താവേ, ഈ കൊറോണ സമയത്ത് മാസ്ക് പോലും വെക്കാതെ കണ്ണി കണ്ട ബാറിലെ ഷാപ്പിലൊക്കെ കേറി നിറങ്ങിയിട്ട് വന്നിരിക്കുക ഈ വൃത്തികെട്ട മനുഷ്യൻ. എന്തിയാ മനുഷ്യ നിങ്ങളുടെ മാസ്ക് സാനിറ്റൈസറും? മാസ്ക് ഒന്നാം തരം തുടങ്ങിയപ്പോ വാങ്ങിച്ചെന്നത് അവളൊരു മാസ്ക്. ഇപ്പൊ അത് കൊതുകുപോലെ പോലെ എത്ര ശല വണ്ട് വരെ അടിച്ച് മൂക്കി കയറാൻ തുടങ്ങിയതിനകത്ത് അവളൊരു മാസ്ക്. ചാവണമെങ്കിൽ 70% ആൽക്കഹോളെങ്കിലും വേണം. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വാങ്ങുന്ന ആൽക്കഹോളിന്റെ 100% ഞാൻ തന്നെ കുടിച്ചു തീർക്കുന്നത്. അതിനൊരു തുള്ളി പോലും ഞാൻ ഒറ്റ ഒരുത്തനും കൊടുക്കത്തില്ല. ഓ, ഈ മണ്ടനൊക്കെ തലയിലെടുത്ത് വെച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. അയ്യോ, ഇവളെന്നെ കൊന്നു. നാട്ടുകാരെ ഓടി വരണേ, അല്ലെങ്കിൽ ഇവളെന്നെ കൊന്നു തെറ്റു. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, കടക്ക് തീ പിടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, കടക്ക് തീ പിടിച്ചേ. ഛേ, കൊടത്തിനടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, ഇവളെന്നെ കൊടത്തിനടിച്ചേ. അയ്യോ. ഓ, എന്റെ മനുഷ്യ, ഒന്ന് നിർത്ത് നിങ്ങളുടെ ഈ നിലവിളി. എടി, കെട്ടിയ ഭർത്താവിനെ അടിക്കുന്ന അത്ര വലിയ പെണ്ണത്തൊന്നും അല്ല. ഇനി എന്റെ നേരെ നീ കൈ പൊക്കിയാൽ സത്യമായിട്ട് ഞാൻ എന്റെ പെങ്ങന്മാരടുത്ത് പോയി പറയും. പിന്നെ നിങ്ങളുടെ പെങ്ങന്മാര് വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് മൂക്കി കയറ്റും. ഒന്ന് പോ മനുഷ്യ. എനിക്കിനി വയ്യ, എനിക്കിനി ഇവളോട് ജീവിക്കാൻ വയ്യ. എന്റെ ദൈവമേ, എന്നെ ഒന്ന് മേലോട്ട് എടുക്കണേ. അന്നേരത്ത് ഇതൊരു പേടകം വിട്ട് എന്നെ വല്ല യുറാനസിലോ നെപ്റ്റ്യൂണിലോ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിക്കൂടെ ഇവളുടെ അടുത്തു നിന്നൊക്കെ. ഇതെന്താ ഇംഗ്ലീഷ് വാർത്തയുടെ ഷൂട്ടിങ്ങാ? ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഇറങ്ങി നടക്കണല്ലോ. ഹലോ ഹലോ സാർ, ആരുടെ പടമാ? ഓ, കാമറൂന്റെ പടമാണോ? അപ്പൊ അവതാർ 2 ആയിരിക്കും. ചേട്ടാ, ഇവനെന്നെ ശരിക്കും വല്ല അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണോ? വീട് എവിടാ? യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ? പ്ലൂട്ടോ മുക്കിനോ? ചേട്ടാ, ഇവൻ പറയുന്നൊന്നും തിരിയുന്നില്ലല്ലോ. ആ, PK-ൽ അമീർ ഖാൻ അടിച്ചൊരു ഹിമാലയൻ നമ്പർ ഉണ്ട്, അതൊന്ന് കീറ്റി നോക്കാം. ഒത്താലൊത്ത് ആ കൈങ്ങ് തന്നെ. ചേട്ടാ, ചാണ്ടി ചേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പിടി. എടാ മധുരി, നീ ഏതാണ്? എവിടുന്നാണ്? എന്റെ പൊണ്ണ് ചാണ്ടി ചേട്ടാ, ഞാനങ്ങ് സ്വന്തർണിക ഗ്രഹത്തിന്ന്. നീ എങ്ങനെയാ ഇവിടെത്തിയത്? എന്റെ ഗ്രഹത്തില് ഏലിയസ് ഒരു ഏലിയനായിട്ട് ചെറിയൊരു പ്രശ്നം. ഗാനമേളയുടെ ഇടയ്ക്ക് ഒരു അടി നടന്ന് അവനിപ്പോ ഐസിയുല. വക്കീലാ പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാൻ. എന്റെ പൊന്നടാവേ, ഞങ്ങളൊക്കെ ഇങ്ങനത്തെ വിഷയം വന്ന കുഞ്ഞമ്മയുടെ വീട്ടിലോ മാവന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. നീ പേടകം എടുത്ത് ഇവിടെ വരണമെങ്കിൽ നീ എന്നെ പേടുത്തൂറിനാടാ. അല്ല, ഇവിടെ ആകുമ്പോഴേ ഏത് വലിയ കേസിന്നും ഈസി ആയിട്ട് ഊരാൻ പഠിക്കാമല്ലോ. അത് പൊളിച്ച്. അപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് എല്ലാം അങ്ങ് അന്യഗ്രഹത്തിൽ വരെ ഫേമസ് അല്ലേ? പിന്നെ അല്ലേ? അല്ല, ഇതാരാ ചാണ്ടി ഈ PP കിറ്റൊക്കെ ഇട്ട്? ആരോഗ്യ പ്രവർത്തകർ വല്ലതും ആണോ? ഇയാള് വലിയ ജോത്സ്യനല്ലേ? ഇതാരാന്ന് ലക്ഷണം നോക്കി കണ്ടുപിടിക്കും. ആ മുഖസ്ത്രീ കണ്ടാ അറിയാം. ചാണ്ടിയുടെ അളിയനല്ലേ, ഭാര്യയുടെ ആങ്ങള. ഓ, ഭയങ്കരം തന്നെ. ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചു കളഞ്ഞല്ലോ. ഓ, ഇതൊക്കെ എന്ത്? ആട്ടെ, ചാണ്ടിയുടെ അളിയന്റെ പേരെന്താ? പൂച്ചാണ്ടി. അയ്യോ അയ്യോ, അതൊന്നുമല്ല എന്റെ പേര്. എന്റെ പേര് പ്ലിൻ പ്ലിൻ. എടാ, അതിലും നല്ല പൂച്ചാണ്ടിയല്ലേ? വിളിക്കാനും എളുപ്പമുണ്ട്. അല്ല ജോത്സ്യരെ, ഇവന് സമയം ഒന്ന് നോക്കി ഭാവി എന്ന് പറഞ്ഞേ. ആ കൈ ഒന്ന് നീട്ടു. ദോഷ
മോശ സമയാണ്, ഒരുപാട് അറിഞ്ഞൂലേ? അത് കറക്റ്റാ. ഗൾഫിൽ പോയിട്ടും പച്ച പിടിച്ചില്ല അല്ലേ? ഗൾഫിലാ? ഞാനാ? പേടിക്കണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒരു പൂജ നടത്തണം, 25,000 രൂപ ചെലവ് വരും. ഒരു പൂജ നടത്തി 25,000 രൂപ? ഒരു കല്ലെടുത്തെറിയാ പുല ഓടി തള്ളും. പൂജ നടത്തണമെന്ന്. അത് സ്വന്തം ഗ്രഹത്തിൽ വെച്ച് തന്നെ നടത്തണം. നാമം ഒന്ന് നടത്തി തരാം. എവിടെയാ വീട്? വീടിന്റെ അഡ്രസ് ഒക്കെ ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം. ജോത്സ്യനാ തെറ്റിപ്പോയി. ജോത്സ്യർ ഇപ്പൊ ചെല്ലേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഔ, ഒരു തച്ചൊത്തു. അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോവാൻ 30 രൂപയ്ക്ക് പെട്രോൾ ഒഴിക്കാൻ വകയില്ലാത്തവനാ അവൻ. അവനാ അന്യഗ്രഹത്തിൽ പൂജ ഉണ്ടാക്കാൻ പോണത്. ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ നിനക്ക് ഏകദേശം പിടി കിട്ടിയല്ല. മിസ്റ്റർ ചാണ്ടി, നിങ്ങളെ കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ. എന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ ഏറലുണ്ട്. അതിൽ ഏത് പരാതിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഹേ മിസ്റ്റർ, നിങ്ങൾ മദ്യപിച്ചിട്ട് ഭാര്യയെ മർദ്ദിക്കാറുണ്ടോ? ഉണ്ട് മാഡം, ഇങ്ങനെ മർദ്ദിക്കാറുണ്ട്. കള്ളു കുടിച്ചു വന്ന് ഇവിടെ ഛർദ്ദിക്കാറുണ്ട്. അപ്പൊ ഇവളാണ് പരാതിക്കാരി. ഇവക്ക് എന്നോട് കുടിപ്പകയാണ് മാഡം. കുടിപ്പകയോ? വാട്ട് യു മീൻ? ഞാൻ കുടിച്ചിട്ട് വരുമ്പോ അവക്ക് എന്നോട് വല്ലാത്തൊരു പക. മാഡത്തിന് അറിയാവോ, കഴിഞ്ഞ 12 വർഷമായി ഇവളുടെ കുടം വെച്ചാൽ അടി ഞാൻ സഹിക്കുക. ഇതുവരെ ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ പരാതിപ്പെടും. 12 വർഷമായി കുടം വെച്ച് അടി മേടിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ പരാതിപ്പെട്ടില്ല? ഇന്നലെ വരെ അവള് പ്ലാസ്റ്റിക് കുടത്തിന് അടിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്നൊരു ചെമ്പ് കുടം വാങ്ങിച്ചു. മിസ്റ്റർ ചാണ്ടി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വേണ്ട വിധം നോക്കുന്നില്ലെന്ന് ഇവർ പരാതിയിൽ പറയുന്നുണ്ടല്ലോ. അതെ മാഡം, ലോക്ക്ഡൌൺ സമയത്ത് പോലും ഇങ്ങനെ വീട്ടിൽ ഇരിക്കത്തില്ല. എടോ, ലോക്ക്ഡൌൺ സമയത്ത് സർക്കാർ കടകൾ അടച്ചു, ബാറുകൾ അടച്ചു, ബിവറേജ് അടച്ചു. പിന്നെ തനിക്ക് എന്താ വീട്ടിലിരുന്നാല്? കടയും ബിവറേജ് കടയാൻ സർക്കാരിനെ കൊണ്ട് പറ്റും. പക്ഷെ അവളുടെ വായ അടയ്ക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റില്ലല്ലോ. ഹേ മിസ്റ്റർ, നിങ്ങൾ വീട്ടിൽ ചെലവിന് കൊടുക്കാറില്ലെന്ന് പറയുന്നത് സത്യമാണോ? ചെലവിന് കൊടുക്കാറില്ലെന്നോ? എത്ര കൊടുത്താലും അവക്ക് തികയത്തില്ലെന്ന് പറ. അതെന്താണോ, ഞങ്ങൾ കണ്ടമാനം ചെലവാക്കുന്നവരാണെന്നാണോ താൻ പറയുന്നത്? സംശയം എന്താ? ഞാൻ തെളിയിക്കാം. ഉദാഹരണത്തിന് മിസ്സിന്റെ മത്സരത്തിൽ ഒരു ലേഡിയെ പങ്കെടുപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് എത്ര ലക്ഷം രൂപ ചെലവാവും? ഈ മേക്കപ്പിനും കോസ്റ്റ്യൂമിനും കൂടെ. പക്ഷെ ഞങ്ങൾ ആണുങ്ങള് മിസ്റ്ററിന്റെ മത്സരത്തിൽ പങ്കെടുക്കാനായി വെറും 110 രൂപ ചെലവേ ഉള്ളൂ. 100 രൂപയുടെ ഒരു ജട്ടിയും 10 രൂപയുടെ എണ്ണയും. ഹോ, ഇതൊരു വള്ളി കേസാ. ഇടപെട്ട നമ്മൾ നാറും. കൾച്ചറലെസ് ഫിലോസ്. യെസ് മാഡം, എന്നാ പിന്നെ നമുക്കങ്ങ് വലിയ. അയ്യോ മാഡം, പോവാണോ? എന്റെ കൈ ഇവള് തല്ലിയടിച്ച കേസും കൂടെ കേട്ടിട്ട് പോകും. ഈ പോക്ക് പോവാണെങ്കിൽ 5-6 കുടം കൂടി മേടിക്കേണ്ടി വരും. അങ്ങ് നോക്കി നിൽക്കാതെ തൊഴലിയാ. ആരാണ് ഇദ്ദേഹം? ചേട്ടനെ പഠിപ്പിച്ച സാറാണോ? അയ്യോ, ഇതേ ഞങ്ങളുടെ കൺകണ്ട ദൈവമാ. ഏത് വർത്തിക്കാലത്ത് നമുക്ക് കുടിവെള്ളം എത്തിച്ചേരുന്ന മഹാനാണ് ഇദ്ദേഹം. ഓ, അപ്പൊ ഇദ്ദേഹം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനാണല്ലേ? അല്ല, ഞാൻ ചാരായം വാറ്റുകാരൻ ശങ്കുണ്ണി. ആശാനപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി. ജയിലിലായിരുന്നാ? അല്ലെങ്കിലും ദൈവങ്ങളുടെ ജീവിതം ഇങ്ങനെയാ. കാടാറ് മാസം, നാടാറ് മാസം, 6 മാസം അകത്തും 6 മാസം പുറത്തും. ഈ വാറ്റുണ്ടാക്കുമ്പോ ബാറ്ററി ഇടുന്ന് കേട്ടിട്ടുണ്ട്. എന്തിനാ ആശാനെ? അടിക്കുന്നവന് ചാർജ് ആകാൻ. അവന്റെ കണ്ണിലെ ലൈറ്റും കത്തണം, ചെവിയിൽ പാട്ടും കേൾക്കണം. അതിനാണ് ബാറ്ററി ഇടുന്നത്. ആശാനെന്ന ചേച്ചിയായിട്ട് രണ്ടുപേരും കൂടി അവിടെ പോവാ. മോളുടെ കല്യാണാണ് അടുത്ത ആഴ്ച. ഞങ്ങൾ ക്ഷണിക്കാൻ വന്നതാ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും കല്യാണം. അപ്പൊ കല്യാണത്തല്ലെന്ന് വാട്ടീസ് ഒന്നുമില്ലേ? കല്യാണത്തലേന്ന് ഞാനൊരു മെഗാ തിരുവാതിര വെച്ചിട്ടുണ്ട്. വാട്ടീസ് അടിക്കുന്നവർക്ക് വാട്ടീസ് അടിക്കാം, തിരുവാതിര കളിക്കുന്നവർക്ക് തിരുവാതിരയും കളിക്കാം. അങ്ങനെയാണെങ്കിൽ തിരുവാതിരയ്ക്ക് ഞാനൊരു പാട്ട് പാടും. ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യൻ ശങ്കുണ്ണിച്ചേട്ടൻ, ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ശങ്കുണ്ണിച്ചേട്ടൻ. ടിങ് ടിങ് ടിങ്, ടിങ് ടിങ് ടിങ്, ടിങ് 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 ടിങ്. എന്ത് വേണേലും ആയിക്കോ, കല്യാണത്തിന് വരുമ്പോ കാലിക്കവറുമായിട്ട് വരരുത്. ഹലോ, എന്റെ പൊന്നു മോനെ മാമനെ വിട്ടേര്. എനിക്ക് വേറെ പണിയുണ്ട്. ആരെ വിളിച്ചേ? കിഴക്കേലെ ബിജുവിന്റെ മോന. ഇംഗ്ലീഷ് മീഡിയം ആ പേട്ട് ചേർക്കാൻ. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയുവാ, മാമ വീട്ടിലോട്ട് വാ, ഹണീബി ഉണ്ടെന്ന്. ഞാനൊരു കവർ പക്കാവടയൊക്കെ ആയിട്ട് ചെന്നപ്പോഴാ അറിഞ്ഞത് തേനീച്ച കൂട് കത്തിക്കാൻ വിളിച്ചതാണെന്ന്. അയ്യേ,
പറയുന്നേ? തെറ്റിപ്പോയതാടി. പോയിട്ട് കുറെ പേരെ കല്യാണം വിളിക്കാനുണ്ടെന്ന്. അപ്പൊ ശരി, കവറിന്റെ കാര്യം മറക്കണ്ട. ഇതൊക്കെ ആരാ? ഞാനല്ലാണ്ട് വേറെ എന്തെങ്കിലും ജീവികളോ? ഇതൊക്കെ ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഞാനാണ് കൊറോണ. ഞങ്ങൾ 1-2 വർഷമായിട്ട് ഇവിടെ തന്നെ. ഞങ്ങളുടെ തറവാട് അങ്ങ് ചൈനയിലാ. ഇതൊക്കെ എന്റെ മക്കളാ. ഞാൻ മൂത്ത മകൻ ഡെൽറ്റ. അപ്പൊ ഇവരോ? ഞങ്ങൾ ഇതുവരെ മനുഷ്യരെ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് പേരുവിട്ടിട്ടില്ല. അത് ശരി, ഇത് തീർന്നില്ലേ? ആട്ടെ, എല്ലാരും കൂടെ എങ്ങോട്ടാ? എടാ, നിങ്ങളൊക്കെ മുഖത്തറിന്റെ മാസ്ക് താടിക്കിട്ടോണ്ടിരുന്ന ഞങ്ങളൊക്കെ എങ്ങനെ പോകും? ഞാൻ ഞൊളഞ്ഞു കേറും. ഞാൻ പറന്ന് കേറും. അപ്പൊ ഉടനെ ഒന്നും പോവാൻ ഉദ്ദേശമില്ലേ? 50 പേര് വരേണ്ട സ്ഥലത്ത് 500 പേര് വന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ പൊന്ന് തള്ളക്കാരാണ്, നിങ്ങൾ കാരണം ഇവിടുത്തെ പിള്ളേർക്ക് സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ വന്നതിന് ശേഷം എന്തൊക്കെ പുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ചു? ലോക്ക്ഡൌൺ, ഹോട്ട്സ്പോട്ട്, റൂട്ട് മാപ്പ്, ഐസൊലേഷൻ, പ്രൈമറി കോണ്ടാക്ട്, ക്വാറന്റൈൻ. ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും ഉണ്ട്. സമ്പർക്കം, സാമൂഹിക അകലം, ജനിതക മാറ്റങ്ങളുണ്ട്. ഒരു കാര്യം മറന്നോ? സാനിറ്റൈസർ. ആളിലെന്തിനാ ഇവരെയൊക്കെ പേടിക്കുന്നേ? അളിയൻ വാക്സിൻ എടുത്തതല്ലേ? ഒന്നല്ല 2 ഡോസിനെ എടുത്തു. വാക്സിൻ എടുത്ത് അന്ന് തന്നെ പോയി വെള്ളം അടിച്ചാണല്ലോ നീ. വാക്സിൻ